നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഇരുൾ നീങ്ങിയുണരുന്ന തെളി ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സന്ധ്യാദീപം. പ്രതിസന്ധികളിൽ പുഞ്ചിരിക്കുക എന്നു പറഞ്ഞാൽ ദുഃഖത്തെ അടിച്ചമർത്തുക എന്നല്ല, അതിൽ തളരാതെ മുന്നോട്ടു പോകുക എന്നാണ്. സ്വാഗതം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക്. തിരുനന്തിക്കര കഴിഞ്ഞാൽ ഭക്തർ ഓടിയെത്തുന്നത് പയസ്വിനി തീരത്തുള്ള പൊന്മന തിമ്പിലേശ്വര ക്ഷേത്രത്തിലാണ്. ശംഭോ ശിവ ശംഭോ സ്വയംഭോ ശംഭോ ശിവ ശംഭോ. പണ്ട് കാലിമേച്ച് നടന്ന തിമ്പിലൻ എന്നൊരാളാൽ കണ്ടെടുക്കപ്പെട്ട് പ്രതിഷ്ഠിച്ച ശിവലിംഗമായതിനാലാണ് ഇവിടത്തെ മഹാദേവൻ തിമ്പിലേശ്വരനായത്. സ്വയംഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ശംഭോ ശിവ ശംഭോ. പാണ്ഡ്യരാജവംശത്തിന് ഈ ക്ഷേത്രവുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങൾ ക്ഷേത്രത്തിലും ചരിത്ര നീതിബോധത്തിന്റെ പ്രതീകമാണ്. എങ്കിലും കൃഷ്ണന്റെ പ്രവൃത്തികളെ ഒരിക്കലും തടസ്സപ്പെടുത്തിയിരുന്നില്ല. എവിടെ അനീതി കണ്ടാലും അത് ബലരാമന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അനീതി കാട്ടുന്നവരോട് ക്ഷമിക്കുക എന്ന ശീലം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാഭാരത യുദ്ധത്തിൽ അനുജൻ പാണ്ഡവ പക്ഷത്തിൽ നിന്നപ്പോഴും ബലരാമൻ നിഷ്പക്ഷത പാലിച്ചത്. നീതിമാനായ ബലരാമനിൽ നിന്ന് ഒരൗദാര്യവും ലഭിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാത്തതും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ശ്രീധർമ്മശാസ്താ പാഹി മാം, ശ്രീ ശബരിഗിരീശ പാഹി മാം. മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തൊടുപുഴയാറിന്റെ തീരത്തായി ആശ്രമം കുന്നിന്റെ താഴ്വരയിൽ നിലകൊള്ളുന്ന അതിപുരാതനമായ ശാസ്താക്ഷേത്രമാണ് കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താക്ഷേത്രം. പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ള അപൂർവം ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ് കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താക്ഷേത്രം. ബ്രാഹ്മണ ആധിപത്യമുണ്ടായിരുന്ന പുരാതന കാലത്ത് ശൈവ വൈഷ്ണവ ശാക്തേയങ്ങളായ മൂർത്തികളെ ആരാധിക്കുകയും പിന്നീട് ശത്രുഭയത്താൽ ഇവിടം വിട്ടു പോവുകയും ചെയ്ത ഒരു ജനസമൂഹത്തെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ബ്രാഹ്മണരുടെ പലായനത്തിനു ശേഷം ആദിവാസി ജനങ്ങൾ ഇവിടെ അവരുടെ മൂർത്തികളെ കുടിയിരുത്തി ആരാധിച്ചു പോന്നിരുന്നു. ശാപതാപാദികളാൽ അവർക്കും നാശം സംഭവിക്കുകയുണ്ടായത്രേ. പല അധിനിവേശങ്ങൾക്ക് ശേഷം രാജകീയ ബന്ധത്തോടുകൂടി ഇന്നുള്ള മംഗലത്ത് കുടുംബത്തിലെ പൂർവികരിൽ ക്ഷേത്രത്തിന്റെ ആധിപത്യം എത്തിച്ചേർന്നു. ഈ കുടുംബത്തിൽ ധർമ്മദൈവാരാധന നിലനിന്നിരുന്നുവത്രേ. ഇപ്പോഴുള്ള ഈ കുടുംബത്തിലെ മുതിർന്ന കാരണവരുടെ 4 തലമുറയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കാരണവർ ശാസ്താഭക്തനും ശബരിമല ദർശനം മുടക്കാതെ നടത്തിയിരുന്നതുമായ ആളായിരുന്നു. അങ്ങനെ താൻ ഉപാസിച്ചിരുന്ന ദേവതയുടെ തെക്ക് ഭാഗത്തായി പടിഞ്ഞാട്ട് ദർശനമായി ശ്രീ ധർമ്മശാസ്താവിന്റെ ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ച് അദ്ദേഹം ആരാധിച്ചു പോന്നു. കാലം കുറെ കഴിഞ്ഞതിനു ശേഷം ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് മംഗലത്ത് കുടുംബത്തിൽ ബന്ധുവായിട്ടെത്തിയ ഒരു ഭക്തനാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പണി കഴിപ്പിച്ചത്. പൂർവ്വകഥയെ അനുസ്മരിപ്പിക്കുന്ന വിധം ശബരിമല സ്വാമി ഭക്തനായിരുന്ന അദ്ദേഹമാണ് ശബരിമല ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയുടേതുപോലെയുള്ള ഇന്ന് കാണുന്ന വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതെന്നും വിശ്വസിക്കുന്നു. കാലക്രമത്തിൽ പ്രസ്തുത കുടുംബത്തിന് ഒറ്റയ്ക്ക് ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്നതിന് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 1997 കരക്കാരുടെ ട്രസ്റ്റിന് ക്ഷേത്രഭരണം കൈമാറുകയും ചെയ്തു അത്രേ.
കരിമല മുകളിൽ കയറിയ ഭഗവാൻ കാത്തുകൊള്ളേണം. മരത്തുശ്ശേരി മന, തെങ്കോടത്ത് മന എന്നീ ഭൂപ്രഭുക്കളായിരുന്ന ബ്രാഹ്മണരുടെ 950 ഏക്കർ ഭൂവിഭാഗത്തിൽ ഈ ക്ഷേത്രം കൂടി ഉൾപ്പെട്ടിരുന്നതായി അനുമാനിക്കാവുന്നതാണ്. രൂപത്തെ ഒന്നു കാണുവാൻ 3 ആറുകളുടെ സംഗമസ്ഥലിയായിരുന്ന ഇവിടം മൂവാറ്റുപുഴ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. തൊടുപുഴയാറ്, കോതമംഗലം ആറെന്ന കോതയാറ്, കാളിയാർ എന്നീ 3 പുണ്യനദികളുടെ സംഗമസ്ഥാനത്തിന് ത്രിവേണി സംഗമം എന്ന സങ്കല്പമായി ഇവർ കരുതി പോരുന്നു. ഈ സങ്കല്പത്തിന് പൗരാണിക കൽപ്പനകളുണ്ട്. ത്രിവേണി സംഗമസ്ഥാനത്ത് നിന്നും ഏകദേശം 300 മീറ്റർ മുകളിലാണ് കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം നിലകൊള്ളുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നും 3 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയാണ് കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ സ്ഥാനം. ഇലവീഴ പൂഞ്ചിറയിൽ നിന്നും ഉത്ഭവിച്ച് നീലക്കൊടുവേലി എന്ന ഔഷധ സസ്യങ്ങൾ വളരുന്ന ദേശത്തു കൂടി ഒഴുകിവരുന്ന ഈ പുഴയിൽ കുളിച്ചാൽ അസുഖങ്ങൾ വരില്ല എന്ന് ഇവർ വിശ്വസിക്കുന്നു. ക്ഷേത്ര കടവ് കഴിഞ്ഞാൽ ഉത്സവത്തിന് എഴുന്നള്ളത്ത് വരുന്ന റോഡിലൂടെ മുന്നോട്ടു പോയാൽ 18-ാം പടിയായി. പുണ്യമായ ഈ 18 പടികളും കടന്നു ചെല്ലുമ്പോൾ കലിയുഗ വരദനായ സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിന്റെ സന്നിധിയായി. ഇഷ്ടജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ആശ്രിത വത്സലനായ ശ്രീ ധർമ്മശാസ്താവിനെ സംബന്ധിച്ചും ഉപദേവന്മാരെ സംബന്ധിച്ചുമുള്ള വിശ്വാസ കഥകൾ ഭക്തജനങ്ങൾക്ക് പറയുവാൻ ഏറെയുണ്ട്. കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലെ വളരെ വിശേഷപ്പെട്ട ഉപദേവ ക്ഷേത്രമാണ് നവഗ്രഹങ്ങളുടേത്. ക്ഷേത്രത്തിനു മുൻപിൽ വടക്കുമാറിയാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ളത്. പ്രശ്നവിധി അനുസരിച്ച് പ്രധാന പ്രതിഷ്ഠയായ ശാസ്താവിന്റെ ഹിതപ്രകാരമാണ് നവഗ്രഹ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. വൃത്താകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വളരെ അപൂർവം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഗ്രഹദോഷ നിവൃത്തിക്കായി ധാരാളം ഭക്തജനങ്ങൾ വഴിപാടുകൾ അർപ്പിക്കാനായി ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട്. നവധാന്യങ്ങൾ കൊണ്ടുള്ള പറവയ്പ്പാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ആദിത്യന് നെല്ല്, ചന്ദ്രന് ഗോതമ്പ്, ചൊവ്വയ്ക്ക് റാഗി, ബുധന് ഉഴുന്ന്, വ്യാഴത്തിന് കടല, ശുക്രന് ചെറുപയർ, രാഹുവിന് വൻപയർ, ശനിക്ക് എള്ള്, കേതുവിന് മുതിര എന്നിങ്ങനെയാണ് 9 ഗ്രഹങ്ങൾക്ക് സങ്കല്പിച്ചിട്ടുള്ള ധാന്യങ്ങൾ. ഈ ക്ഷേത്രം ദേശദേവതകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ പുഴക്കരക്കാവ് ദേവീക്ഷേത്രം, നരസിംഹസ്വാമി ക്ഷേത്രം, മൂവാറ്റുപുഴക്കാവ് എന്നീ ക്ഷേത്രങ്ങളിൽ പ്രധാന ഉത്സവമായ മകരവിളക്കിന് മുമ്പ് വഴിപാടുകൾ നടത്തുന്ന പതിവുമുണ്ട്. നാലമ്പലത്തിനുള്ളിൽ ശിവൻ, ഗണപതി, മാളികപ്പുറം എന്നീ ഉപദേവതകൾക്ക് സ്ഥാനങ്ങളുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് മുകളിലായി ഭദ്രാദേവി, വനദുർഗ എന്നീ ദേവതകൾക്ക് പ്രത്യേക ശ്രീകോവിലുകളുമുണ്ട്. സർപ്പത്തിനും പരിവാരങ്ങൾക്കും ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ആരൂഢമുണ്ട്. എല്ലാ വർഷവും 3 ദിവസം മകരവിളക്ക് ഉത്സവമായും മകരവിളക്ക് കഴിഞ്ഞ് 5-ാം ദിവസം ഭദ്രകാളി നടയിൽ വലിയ ഗുരുതി നടത്തി ഒരാഴ്ചത്തേക്ക് നട അടച്ചിരുന്ന പതിവുമുണ്ട്. കൂടാതെ എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നാളിൽ താലപ്പൊലി മഹോത്സവവും നടത്തിവരുന്നു. ദേശക്ഷേത്രങ്ങൾ ഭക്തിസാന്ദ്രമാകുന്നത് വിശ്വാസികളായ നാട്ടുകാരുടെ ഇടപെടലുകളിലൂടെയാണ്. വടക്കൻ തിരുവിതാംകൂറിലെ മിക്ക ദേശക്ഷേത്രങ്ങളിലും ഭക്തിയുടെ ഈ ചൈതന്യം ഏറി വരുന്നതായി നമുക്ക് അനുഭവപ്പെടും. വിശ്വാസികളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അനുഭവം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടാകും. ആ വിശ്വാസം അവരെ ഭൗതികമായി നിലനിർത്തുകയും തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും വിശ്വാസികളായ അമ്മമാരുടെ കൂട്ടായ്മ വളരെ സജീവമായി തന്നെ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അവർ ഗുരുവിൽ നിന്നും നാരായണീയം പഠിച്ച ശേഷം ഗുരുവായൂരിൽ പോയി ഭഗവാന് സമർപ്പിച്ചു. ഇപ്പോൾ എല്ലാ മലയാള മാസം 1-ാം തീയതികളിലും ക്ഷേത്രത്തിൽ വച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടത്തുന്ന പതിവുമുണ്ട്.
അമ്മമാരെ പോലെ തന്നെ അച്ഛന്മാരുടെ കൂട്ടായ്മയും ഇവിടെ ഭക്തിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലോട്ടല്ല. ശേഷിക്കുന്ന ജീവിതം കിഴക്കേക്കര ധർമ്മശാസ്താവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഇവരുടെ പ്രാർത്ഥനയിലൂടെ ഭഗവത് ചൈതന്യം നാൾക്ക് നാൾ ഏറി വരുന്നതായി ഇവിടെ വരുന്ന ഓരോ ഭക്തനും അനുഭവപ്പെടും. രോഗശാന്തിക്കും സന്താന സൗഭാഗ്യത്തിനും അഭീഷ്ടകാര്യ സിദ്ധിക്കും തുടങ്ങി ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധ്യതമാക്കുന്ന ഭഗവാനാണത്രേ കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താവ്. ഭാരതീയ തത്വദർശനത്തിന് 18 ഒരു പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 18-ാം പടിയെ സത്യമായ പൊന്നും 18-ാം പടി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്വാമി അയ്യപ്പന്റെ വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് 18 പടികളും. ശരിയായ രീതിയിൽ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടും അഭിഷേകത്തിനുള്ള നെയ്മുദ്രയുമായി വരുന്നവർ മാത്രമേ സ്വാമിയുടെ പൊന്ന് 18-ാം പടി കയറുവാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ 18 പടികളും ആത്മീയമായ നിരവധി തത്വദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ 18 പടികളും താണ്ടിയെത്തുന്ന ഭക്തന് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും കടന്നെത്തി ഭഗവത് ദർശനം ഇവിടെയും സാധ്യമാകുന്നു. ഭഗവാന്റെ തിരുനാളായ ഉത്രം നക്ഷത്രത്തിൽ 10 വർഷമായി ഭക്തരുടെ വക വഴിപാടായി അന്നദാനം നടത്തിവരുന്ന പതിവുമുണ്ട്. എല്ലാ വർഷവും ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി തുടങ്ങിയ 3 ദിവസം പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. ക്ഷേത്രോത്സവം ജനുവരി 14 തുടങ്ങി 3 ദിവസമാണ് നടത്തപ്പെടുന്നത്. മകരവിളക്കിന്റെ അന്ന് രാത്രി 12 മണിക്ക് പടയണിയോടെ ഉത്സവം സമാപിക്കുന്നു. കുംഭമാസത്തിലെ പുണർദം നക്ഷത്രം പ്രതിഷ്ഠാ ദിനമായി ആചരിച്ചു പോരുന്നു. അന്നേ ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ കലശവും പ്രത്യേക പൂജകളും നടത്തുന്നു. കുംഭമാസത്തിലെ പൂരം നക്ഷത്രം സർപ്പപ്രതിഷ്ഠാ ദിനമായി ആചരിച്ചു വരുന്നു. അന്നേ ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ കലശവും പ്രത്യേക പൂജകളും നടത്തപ്പെടുന്നു. കൂടാതെ കുംഭമാസത്തിലെ അശ്വതി നാളിൽ ദേവിയുടെ നടയിൽ താലപ്പൊലി നടത്തുന്ന പതിവുമുണ്ട്. ആ ദിവസം വൈകിട്ട് വാദ്യാഘോഷങ്ങളോടെ താലമേന്തിയ ഭക്തകൾ ക്ഷേത്രത്തിലെത്തുകയും തുടർന്ന് പ്രത്യേക പൂജകൾ കഴിക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും മണ്ഡലകാലത്തോടനുബന്ധിച്ച് സപ്താഹയജ്ഞവും പതിവുണ്ട്. രാമ സുദീക്ഷിത സത്കവി പദ്യമിമം ശിവശബരീഗിരി മന്ദിര जय जय हे शबरीगिरि मंदिर सुंदर पालय मामनीशम जय जय हे शबरीगिरि मंदिर सुंदर पालय मामनीशम जय जय हे शबरीगिरि ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കരുത്. അവരുടെ മനസ്സറിഞ്ഞു ചൊരിയുന്ന ശാപത്തിൽ നിന്ന് ദൈവങ്ങൾക്ക് പോലും രക്ഷ നേടാനാകില്ല. സകല ദേവന്മാരും ത്രിമൂർത്തികൾ പോലും ഇത്തരം ശാപങ്ങളിൽപ്പെട്ട് നരകയാതന അനുഭവിച്ച കഥകൾ പുരാണങ്ങളിൽ ധാരാളമുണ്ട്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും ഇത്തരം ശാപത്തിനിരയാകുന്നത് നമുക്ക് കാണാം. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശാപവാക്കുകൾ ഏറ്റുവാങ്ങാതിരിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.